എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ്. കോക്കനട്ട് ദോശ. ഒരു തരി പോലും ഉഴുന്ന് ചേർക്കാത്ത കോക്കനട്ട് ദോശയാണ്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 125 ml കപ്പിലേക്ക് 2 കപ്പ് അരി ഇടുന്നുണ്ട്. പച്ചരി തന്നെയാണ്, സാധാ പച്ചരിയാണ്, റേഷൻ കടയിൽ നിന്ന് മേടിച്ച അരിയാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ടിട്ട് അത് നന്നായി 3-4 തവണ കഴുകി എടുത്തിട്ട് വരാം. ഞാനത് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് അടച്ച് വെച്ച് 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 250 ml കപ്പിന് 1 കപ്പാണ് നിങ്ങൾ അരി എടുക്കുന്നതെങ്കിൽ അതിന് 1/2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പിന് 1/2 കപ്പ് എന്ന നിലയിലാണ് എടുക്കേണ്ടത്. വെള്ളം ഒഴിച്ച് അതും മാറ്റി വയ്ക്കാം. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അവൽ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ തേങ്ങ ചേർക്കണം. അതാണ് ഈ നല്ല ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ അതെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ദോശമാവ് എത്ര സമയം വേണോ പുളിക്കാൻ അത്രയും സമയം തന്നെ ഈ മാവും പുളിക്കാൻ വേണം. അതുകൊണ്ട് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇവിടെ തണുപ്പായതുകൊണ്ട് ഞാൻ കുക്കറിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അത് ചൂടുവെള്ളത്തിൻ്റെ മേലെ ഇറക്കി വയ്ക്കും. ഇൻ കേസ് നന്നായി പുളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മേലെ ഇങ്ങനെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് നമുക്ക് രാത്രി മുഴുവൻ വയ്ക്കാം. പിറ്റേ ദിവസം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് എടുക്കുന്നത്. തുറന്ന് നോക്കുമ്പോൾ നന്നായി പുളിച്ചിട്ടുണ്ട്. മറ്റേ ദോശമാവ് പൊങ്ങുന്ന പോലെ, ഉഴുന്ന് ചേർത്ത് മാവ് പൊങ്ങുന്ന പോലെ ഇത് പൊങ്ങില്ല. പക്ഷേ എങ്കിലും നന്നായി പുളിച്ചിട്ടുണ്ട്. ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മുളകൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം. കണ്ടോ, ബബിൾസൊക്കെ വന്നിട്ടുണ്ട്, നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല നൈസായിട്ട് പരത്തൊന്നും വേണ്ട കേട്ടോ, പരത്തേ വേണ്ട. ഇങ്ങനെ ഒഴിച്ച ഉടനെ ഇങ്ങനെ ബബിൾസൊക്കെ വരുമല്ലോ, ബബിൾസൊക്കെ വന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കാരണം ഇത് മറിച്ചിട്ടാൽ അത്ര ഇതാവില്ല. അതുകൊണ്ട് ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റുള്ള ദോശ കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുള്ള ദോശയാണ്. നമുക്കെല്ലാം ചുട്ടെടുക്കാം ഇതേപോലെ. ദോശയുടെ സൂപ്പർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാ ചമ്മന്തി കേട്ടോ, തേങ്ങാ ചട്നി. അതാണ് സൂപ്പറായിട്ട് കോമ്പിനേഷൻ. ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് ചട്നി ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.